ഈ വീഡിയോ കാണുന്ന പല ആളുകളും പല ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കും. പക്ഷേ ഇപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള ആളുകളുമായിരിക്കും അല്ലേ. നമ്മളിവിടെ ചെയ്യുന്നത് ഗ്രാമറൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നോക്കൂ, നമ്മളൊരാൾ കാണുമ്പോൾ ആദ്യം പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണല്ലേ, നിങ്ങൾ എന്താണ് ചെയ്യണത്, നിങ്ങൾ എന്ത് ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണോ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന മലയാളം സെൻറ്റൻസിൻ്റെ ഇംഗ്ലീഷിലുള്ള ചോദ്യം. വാട്ട് ഡു യു ഡു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യണത് എന്നാണ് നമുക്കറിയണമെങ്കിൽ വാട്ട് ഈസ് യുവർ ജോബ്? വാട്ട് ഈസ് യുവർ ജോബ് എന്ന രീതിയിലാണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്നാണ് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം, ഹൗ മെനി. നോക്കൂ, ഇവിടെ എത്ര എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ വാട്ട് എന്നാണ് വന്നത്, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എത്ര എന്നാണ്. ഈ എത്ര എണ്ണം എന്ന് ചോദിക്കുമ്പോൾ വരേണ്ടത് ഹൗ മെനി എന്നാണ്. സോ ഇവിടെ ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്, ഈ രീതിയിലാണ് വരിക. നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമായോ? നമ്മൾ ചോദിക്കണം ഒരാളോട് അല്ലേ, അയാൾ കണ്ട സിനിമ അയാൾക്ക് ഇഷ്ടമായോ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമായോ? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡിഡ് യു ലൈക്ക് ദ മൂവി? ഡിഡ് യു ലൈക്ക് ദ മൂവി? ഓക്കെ, എനിക്ക് നീ കുറച്ച് കാശ് കടം തരുമോ? നമുക്കൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരിക്കും അത് ചിലപ്പോൾ. എനിക്ക് നീ കുറച്ച് കാശ് കടം തരുമോ? വിൽ യു ലെൻഡ് മീ സം മണി? വിൽ യു ലെൻഡ് മീ സം മണി? ഈ രീതിയിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയുന്ന ഇംഗ്ലീഷ് ആയിരിക്കും, കാരണം വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിന് വേർ ആർ യു ഗോയിങ്. നോക്കൂ, നിങ്ങൾ എവിടെ എന്ന് പറയുമ്പോൾ വേർ, ആ രീതിയിലാണ് വരിക. സോ വേർ ആർ യു ഗോയിങ്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിലൊന്നും പറയില്ല നിങ്ങൾ എന്തുകൊണ്ട് സബ്ജക്റ്റ് ആദ്യം വരണം, വെർബ് വരണം എന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സും ഒന്നുമല്ല നമ്മൾ പറയുന്നത്. കുറച്ച് സെൻറ്റൻസുകളെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ വരുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയാണ്. ഓക്കെ, നിന്നോട് ആരാണ് ഈ രഹസ്യം പറഞ്ഞത്? എങ്ങനെ നമുക്ക് മാറ്റാം? ഹൂ ടോൾഡ് യു ദിസ് സീക്രട്ട്? അല്ലേ, ഇവിടെ എന്താണ് നിന്നോട് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ, ആരാണ്. സോ ആരാണ് എന്ന് വരുമ്പോൾ ഹൂ എന്നുള്ളതാണ് വരിക. സോ നിന്നോട് ആരാണ് ഈ രഹസ്യം പറഞ്ഞത്? ഹൂ ടോൾഡ് യു ദിസ് സീക്രട്ട്? ഓക്കെ, എപ്പോഴാണ് തീവണ്ടി പോകുന്നത്? എപ്പോഴാണ് തീവണ്ടി പോകുന്നത്? നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം അല്ലേ, ട്രെയിൻ എപ്പോഴാണ് പോകുക എന്നുള്ളത് നമ്മൾ ചോദിക്കും. എപ്പോഴാണ് തീവണ്ടി പോകുന്നത് എങ്ങനെ ചോദിക്കാം? വെൻ വിൽ ദ ട്രെയിൻ ലീവ്? വെൻ വിൽ ദ ട്രെയിൻ ലീവ്? ഓക്കെ, എത്രയും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ചില സമയത്ത് ആളുകളോട് പറയുന്നുണ്ട്, ചില ആളുകൾ ചോദിക്കുമല്ലോ, നിനക്കത് എപ്പോഴാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും എത്രയും പെട്ടെന്ന് വേണം അല്ലേ, എത്രയും പെട്ടെന്ന്. ഇതിൻ്റെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ, ആസ് സൂൺ ആസ് പോസിബിൾ, കഴിയുന്നത്ര പെട്ടെന്ന് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളത് പറയുമ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ. എനിക്ക് വിശക്കുന്നു എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? എനിക്ക് വിശക്കുന്നുള്ളത് ഐ ആം ഫീലിംഗ് എന്നൊന്നും പറഞ്ഞ് അധികം ഇതിലേക്കൊന്നും പോകണ്ട. സിമ്പിളായിട്ട് ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ മതി. ഐ ആം ഹംഗ്രി, ഐ ആം ഹംഗ്രി. ഓക്കെ, സോ ഇത്തരം സെൻറ്റൻസുകളും എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എനിക്ക് വിശക്കുന്നു എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? എനിക്ക് വിശക്കുന്നുള്ളത് ഒരുപാട് ഐ ആം ഫീലിംഗ് എന്നൊന്നും പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഐ ആം ഹംഗ്രി എന്ന് പറയാം. എന്താണ്? ഐ ആം ഹംഗ്രി. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മലയാളത്തിലെ കുറച്ച് സെൻറ്റൻസുകളും അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതും നമ്മൾ നോക്കി. ഇത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ എന്തായാലും നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.